ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പെന്തിക്കോസ്ത് പെരുന്നാളിൻ്റെ ഒരുക്ക കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോവുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 15-ാം വചനം. അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട്: ഗബ്രിയേൽ മാലാഖ സക്രിയ പുരോഹിതന് നൽകുന്ന യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള ജനനത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട് നൽകുന്ന ഒരു സന്ദേശമാണ് നാം അവിടെ കാണുക. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ആയിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി, ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഓരോ ഗർഭസ്ഥ ശിശുക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇടവകയിൽ ഉള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ഗർഭസ്ഥ ശിശുക്കളെ സമർപ്പിച്ച് നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം അവരിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ശിശു പരിശുദ്ധാത്മാവിൽ നിറയുന്നത് വഴി അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിന് ഈ വചനം ഇടയായിത്തീരട്ടെ. നമ്മുടെ ഇടവകയിലെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും നമുക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മ നിറവ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.